ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ കപ്പ് കേക്കിൻ്റെ ആവശ്യം പറയുന്ന സമയത്ത് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ അത് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഇതുപോലത്തെ ഒരു റിങ് ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു റിങ് വെച്ചാലും മതി. ഇനി ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചാലും മതിയാകും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലുള്ള അരിപ്പയിലൂടെ നമുക്കത് തരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം തരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ വശം ഒരേ ലെവലിൽ തന്നെ നമുക്ക് പൊങ്ങി കിട്ടും. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വന്നോളും. ബീറ്റ് ചെയ്യാനും എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലോണം മെൽറ്റായി മുട്ട എല്ലാം നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. മുട്ട നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്ന ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൈദയുടെ ഈ ഒരു ഫ്ലോർ ഇതിൽ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കുറച്ചൊരു കട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് നോക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ പാലിന് പകരം നിങ്ങൾ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ നമ്മുടെ മൈദയുടെ ഫ്ലോറിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സീവ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിൽക്കിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ മിൽക്ക് ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പാലിപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ബാക്കി ഇതാ ഇത്രയും പാല് നമ്മൾ ബാലൻസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെയുള്ള ഒരു കപ്പ് കേക്കിൻ്റെ മൗഡിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ ചെറിയ ഒരു പാത്രത്തിൽ ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ബൗളിലോ ആണ് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മൗൾഡിലായാലും ഗ്ലാസ്സിലായാലും ഇതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ബേക്ക് ആവുന്ന സമയത്ത് മുകൾ ഭാഗം നല്ലവണ്ണം പൊങ്ങി വരും. ഇനി ഞാൻ ഇത് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രം, കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രം. എല്ലാത്തിനും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നമ്മുടെ ഈ ഓരോ കപ്പ് കേക്കും എടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1/2 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കേക്ക് ഇതാ നല്ല ഭംഗിയോടുകൂടി എല്ലാ ലെവലിലും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബാമ്പു സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്സ് വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കുത്തി വെക്കാം. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന്
ഒന്ന് ട്രൈ ചെയ്യുക. നാച്ചുറലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്